ന്യൂസ് കൊച്ചി. മറ്റൊരു സുപ്രധാന വാർത്തയിലേക്കാണ്. അമേരിക്കയിലെ അടച്ചുപൂട്ടലിന് 40 ദിവസത്തെ അടച്ചുപൂട്ടലിന് അവസാനമാകുന്നു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. അമേരിക്കയിലെ ഷട്ട് ഡൗൺ അവസാനിപ്പിക്കാൻ കരാറിലെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. സെനറ്റിലാണ് ഒത്തുതീർപ്പായിട്ടുള്ളത്. ധന അനുമതി ബില്ല് ജനുവരി 31 വരെ അംഗീകരിച്ചിട്ടുണ്ട്. 8 ഡെമോക്രാറ്റ് അംഗങ്ങളാണ് ഇതിൽ പിന്തുണച്ചിട്ടുള്ളത്. ജീവനക്കാരുടെ പിരിച്ചുവിടൽ അടക്കം മരവിപ്പിക്കുമെന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. 40 ദിവസമായി നീളുന്ന അടച്ചുപൂട്ടലിനാണ് അവസാനമാകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത്. അമേരിക്കയിലെ ഷട്ട് ഡൗൺ അവസാനിപ്പിക്കാൻ കരാറിലെത്തിയതായാണ് റിപ്പോർട്ടുകൾ. സെനറ്റിലാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ ഒത്തുതീർപ്പുണ്ടായിട്ടുള്ളത്. ധന അനുമതി ബില്ലടക്കം ജനുവരി 31 വരെ അംഗീകരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വന്നത്. 8 ഡെമോക്രാറ്റിക് അംഗങ്ങളാണ് ഈ ഒരു ബില്ലിൽ പിന്തുണ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 39 ദിവസത്തോളം തുടരുന്ന അടച്ചുപൂട്ടലിനാണ് അവസാനമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിയതാണ്. അമേരിക്കയിലെ അടച്ചുപൂട്ടലുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം നൽകിയതാണ്. വിമാന സർവീസുകളടക്കം റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ 40 ദിവസത്തെ അടച്ചുപൂട്ടലിന് അവസാനമാകുന്നു എന്നൊരു വാർത്തയാണ് പുറത്തു വന്നത്. അമേരിക്കയിലെ ഷട്ട് ഡൗൺ അവസാനിപ്പിക്കൽ കരാറിലെത്തിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ 8 ഡെമോക്രാറ്റിക് അംഗങ്ങളാണ് ഇതിൽ പിന്തുണ അറിയിച്ചിട്ടുള്ളത്. ജീവനക്കാരുടെ പിരിച്ചുവിടൽ അടക്കം മരവിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ അടച്ചുപൂട്ടൽ നിലവിൽ വന്നതോടെ നിരവധി ജീവനക്കാരെയാണ് അമേരിക്കയിലെ വിവിധ കമ്പനികളിൽ നിന്ന് പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇതിനൊക്കെ ഇപ്പോൾ മരവിപ്പിക്കൽ അല്ലെങ്കിൽ ജീവനക്കാരുടെ പിരിച്ചുവിടൽ അടക്കം മരവിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ധന അനുമതി ബില്ലടക്കം ഡെമോക്രാറ്റുകൾ അംഗീകരിച്ച ഒരു സാഹചര്യമാണുള്ളത്. ജനുവരി 30 വരെയുള്ള ബില്ലുകളാണ് അംഗീകരിച്ചിരിക്കുന്നത്. 8 ഡെമോക്രാറ്റിക് അംഗങ്ങളാണ് ഈ ബില്ലിൽ പിന്തുണ അറിയിച്ചിട്ടുള്ളത്. ജീവനക്കാരുടെ പിരിച്ചുവിടൽ അടക്കം മരവിപ്പിക്കും. അമേരിക്കയിലെ ഷട്ട് ഡൗൺ അവസാനിപ്പിക്കാനാണ് കരാറിലെത്തിയതായാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ 40 ദിവസങ്ങളായി തുടരുന്ന അടച്ചുപൂട്ടലിനാണ് ഇതോടെ അവസാനമാകുന്നു എന്ന് വേണം കരുതാൻ. വിമാന സർവീസുകൾ അടക്കം താളം തെറ്റിയ ഒരു നിലയുണ്ടായിരുന്നു. കൂടാതെ കമ്പനികളിൽ നിന്ന് കൂട്ട പിരിച്ചുവിടലുകളിലേക്ക് അടക്കം അമേരിക്ക കടക്കുന്നു. വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്ന വാദത്തെ തുടർന്നാണ് ട്രംപ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നത്. 40 ദിവസത്തോളമായി ഉണ്ടായിരുന്ന അടച്ചുപൂട്ടലിനാണ് ഇതോടെ അവസാനമാകുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. അമേരിക്കയിലെ ഷട്ട് ഡൗൺ അവസാനിപ്പിക്കാൻ കരാറിലെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. വരും മണിക്കൂറിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. നിലവിൽ 40 ദിവസത്തെ അടച്ചുപൂട്ടലിന് അവസാനമാകുന്നു എന്നൊരു സൂചന അല്ലെങ്കിൽ ഒരു സാധ്യത ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കരാറിലെത്തിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഈ 40 ദിവസത്തെ അടച്ചുപൂട്ടൽ അവസാനമാകുന്നതോടെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇനി പഴയ സ്ഥിതിയിലേക്ക് അമേരിക്ക തിരിച്ചെത്തുമെന്ന് തന്നെ വേണം കരുതാൻ. 40 ദിവസത്തെ അടച്ചുപൂട്ടലിനാണ് അവസാനമാകുന്നത്. അവഗണന തുടരുകയാണെങ്കിൽ RJD ഇടതുമുന്നണി വിടണമെന്ന് RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ. RJDയുടെ പത്തനംതിട്ട ജലായോഗത്തിൽ പ്രവർത്തകരോടാണ് ആഹ്വാനം. മുന്നണിയിൽ ഉൾപ്പെടുത്തില്ല എന്നാണെങ്കിൽ പാർട്ടി സ്വന്തമായി തീരുമാനമെടുക്കണം. എന്തും സഹിച്ചു നിൽക്കാൻ പാർട്ടിക്ക് കഴിയില്ല. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുമായി ആലോചിച്ച ഉചിതമായ തീരുമാനമെടുക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു. ഇവിടെ യാതൊരു രീതിയിൽ നമ്മൾ ഇടപെടിച്ചില്ലെങ്കിൽ സ്വന്തം